ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു ബട്ടർഫ്ലൈ കേക്ക് ഉണ്ടാക്കാം. എനിക്ക് കേക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, അപ്പം എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിനു വേണ്ടി ഒരു അരിപ്പയിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ് നന്നായി അരിച്ചെടുത്ത് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഞാൻ ബീറ്റർ ഉപയോഗിച്ചാണ് ചെയ്യണത്. അതിലോട്ട് 5 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. നന്നായി ബീറ്റ് ചെയ്യുക. ഒരുവിധം ബീറ്റായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അതിലോട്ട് 1 കപ്പിന്റെ 3/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. 1 കപ്പിൽ കുറച്ച് കുറവ്. ഇനി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി പൊടി ചേർക്കുമ്പോൾ ചെറിയ ഇതിലിട്ടിട്ട് വേണം നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട്. ചെറിയ സ്പീഡിലിട്ട് പൊടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്റർ നമുക്ക് 7 പാത്രത്തിലായിട്ട് മാറ്റാം. നമ്മളിപ്പോൾ റെയിൻബോ കേക്കാണ് ചെയ്യണത്. അപ്പം അതിൽ കളർ ചേർക്കണം. അപ്പോൾ 7 പാത്രത്തിലോട്ടായിട്ട് ഞാനത് കറക്റ്റ് അളവിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരെണ്ണത്തിൽ റെഡ് കളറ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേറെ അടുത്തതിലേക്ക് റെഡ് കളറും ബ്ലൂ കളറും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം റെഡും ബ്ലൂവും ചേർന്ന വയലറ്റ് പർപ്പിൾ കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച്, യെല്ലോ, പിന്നെ ഒരു സ്പോഞ്ച് ബാറ്ററിൽ ഒന്നും ചേർത്തിട്ടില്ല, അത് വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു ട്രേ തയ്യാറാക്കാം. കുറച്ച് ഓയിൽ തടവി ബട്ടർ പേപ്പർ അടിയിൽ വെച്ച് കൊടുക്കുക. ഓരോ ബാറ്റർ ഒഴിക്കുമ്പോഴും അതിലോട്ട് 1 ടീസ്പൂണ് പാലും 1/4 ടീസ്പൂണ് വിനിഗറും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. നമ്മളത് ഓവനിലാണ് വെക്കുന്നത്. 5 to 10 മിനിറ്റ്. അതിനുള്ളിൽ നമുക്ക് ബേസ് നമുക്ക് റെഡിയായി വരും. ഇതുപോലെ ഓരോ ബേസ് നമുക്ക് എടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കത് മാറ്റിയിട്ട് അടുത്ത ബാറ്റർ റെഡിയാക്കുക. അടുത്ത ബാറ്റർ ഇടുമ്പോഴും ഇതേ പ്രൊസീജിയർ 1 ടീസ്പൂണ് പാലും 1/4 ടീസ്പൂണ് വിനിഗറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഓരോ ബാറ്ററും മിക്സ് ചെയ്ത് വയ്ക്കാം. എനിക്ക് ആക്ച്വലാ ഈ കേക്കിങ്ങിൻ്റെ ഐഡിയ ഒന്നും കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ഈ വീഡിയോസ് കണ്ടിട്ടാണ് കേക്ക് ചെയ്യണത്. എൻ്റെ മോൻ്റെയും മോളുടെയും ബർത്ത്ഡേക്ക് എനിക്ക് കേക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടും. അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ ഒന്ന് നിങ്ങളെയും കൂടി കാണിക്കുമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ റെയിൻബോ കേക്ക്, ബട്ടർഫ്ലൈ കേക്കാണ് ചെയ്യണത്. ഇനി ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് ബീറ്ററിൻ്റെ ബൗളും ഇത് ഫ്രീസറിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും 1/4 ടീസ്പൂണോളം വാനില എസൻസും ചേർത്ത് നന്നായി കൊതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്രീം നന്നായി എടുത്ത് ബീറ്റ് ചെയ്യാണ്. ക്രീം ബീറ്റ് എങ്ങനെയാണ് കറക്റ്റ് പൊസിഷൻ എന്ന് വെച്ചാൽ, ബീറ്റ് ചെയ്തിട്ട് പാത്രം കമഴ്ത്തി നോക്കുമ്പോൾ ക്രീം അനങ്ങാൻ പാടില്ല, വീഴാൻ പാടില്ല. അതാണ് കറക്റ്റ് പൊസിഷൻ. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. എനിക്ക് വീണ്ടും പറയാണ്, എനിക്ക് കേക്കിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. കേക്കിങ്ങിൻ്റെ ക്രീം തേക്കണതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ടല്ല, ഞാൻ എൻ്റെ മോൾക്ക് മോനും ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇതുപോലെ ഓരോ ബേസും വെച്ച് ഷുഗർ സിറപ്പ് ഇട്ട് ക്രീം തടവി നമ്മൾ അട്ടിയായി മഴവില്ലിൻ്റെ 7 കളറുകൾ
അങ്ങനെ വെക്കണം. എനിക്ക് ഈ ക്രീം തേച്ച് കറക്റ്റായിട്ടൊന്നും പരിചയമില്ലാത്ത കാരണം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പം എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ 7 ലെയർ കേക്ക് ഓരോന്നായി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരു പ്രാവശ്യം ഒരു കോട്ട് ക്രീം അടിച്ചതിന് ശേഷം ഒരു 5 നിമിഷം നമുക്ക് ഫ്രീസറിൽ കൊണ്ടുവയ്ക്കാം. ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ കൊണ്ടുവയ്ക്കാം. ഇതുപോലെ അടിച്ചിട്ട് അത് ഫ്രീസറിൽ കൊണ്ടുവച്ചാൽ ആ ക്രീം അവിടെ സെറ്റാകും. അപ്പം നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട് ഈ ക്രീം കീഴെ വീഴില്ല. ഇനി ഫ്രീസറിൽ നിന്ന് എടുത്ത ശേഷം ഞാൻ ബട്ടർഫ്ലൈയുടെ കേക്കാണ് ചെയ്യണം. അപ്പം സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചാണ്. എനിക്ക് കറക്റ്റായിട്ട് വെക്കാനൊന്നും അറിയില്ല. അപ്പം ഞാൻ കത്തിയും ഇതൊക്കെ എടുത്തിട്ടൊക്കെയാണ് വെച്ചത്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ഭാഗം നമുക്ക് ക്രീം ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്രീമിലോട്ട് പിങ്ക് കളർ ചേർത്ത് ക്രീം ചെയ്ത് കൊടുത്തു. അതും ക്യാമറയിൽ വിട്ടുപോയി. ഇനി ഞാൻ ചെറിയ ഡിസൈനൊന്നും എനിക്കങ്ങനെ ചെയ്യാനറിയില്ല. എനിക്കറിയാവുന്ന രീതിയിൽ ഒരു ചെറിയ ഡിസൈൻ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹിച്ചിരുന്ന് കാണാം. അങ്ങനെ നമ്മുടെ അട്ടിപ്പൊളി ബട്ടർഫ്ലൈ കേക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്കതൊക്കെ ഒരു പേരൊക്കെ കൊടുക്കാം. ഇതുപോലെ സ്റ്റിക്കറൊക്കെ വാങ്ങാൻ കിട്ടും. അതിൽ പേരെഴുതി ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർഫ്ലൈ റെഡി. അപ്പം റെയിൻബോ ബട്ടർഫ്ലൈ കേക്ക് റെഡി. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ്സ് ചെയ്യണം. ബൈ ബൈ ഫ്രണ്ട്സ്.